അത് ശരി, ഇതാണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? എന്നോടുള്ള സ്നേഹത്തിന് വലിയ നന്ദി. ഇത്തരം ചർച്ചകൾ പാടില്ല എന്നുള്ള പാർട്ടി നേതൃത്വം വിലക്കിയിട്ടുണ്ട്. ഞാൻ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനമാണ്, അത്രേ ഉള്ളൂ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തോട് ചോദിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ഇതിനകത്ത് വ്യക്തമായിട്ടും KPC പ്രസിഡന്റ് അതിനെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. അല്ല, ഞാൻ ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിനെ എല്ലാ പ്രാവശ്യവും കടന്നാക്രമിക്കുന്ന അത്തരം ശൈലികളോടൊന്നും എനിക്ക് യോജിപ്പില്ല, ആർക്കും യോജിപ്പില്ല. ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ എല്ലാവരോടും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അതിനകത്ത് ഞങ്ങൾക്കൊരു ആശങ്കയില്ലെന്നേ, ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ആശങ്കയില്ല. നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയം ചിലവഴിക്കാൻ വേണ്ടി വരികയുള്ള ദിവസം 4-3 ദിവസത്തേക്ക് സമയം ചിലവഴിക്കാൻ വേണ്ടി വാർത്തകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതുമായിട്ട് എല്ലാവരുടെ പോയി ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദിക്കുമ്പോൾ ഒരാളൊരു അഭിപ്രായം പറയും എന്നല്ലേ ഉള്ളൂ. KC വേണുഗോപാൽ സംസാരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് അത് നേതൃത്വം ആ വിഷയം ചർച്ച ചെയ്യുന്നതിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരവാദിത്തമുള്ള പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് തന്നെ പ്രതികരിക്കാനില്ല എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.